അച്ഛൻ്റെ വഴിയെ തന്നെ മകൻ. നമ്മളൊരു റെക്കോർഡ് എടുത്ത് നോക്കുമ്പോഴേ ആദ്യ 2 സ്ഥാനങ്ങൾ അച്ഛൻ, 3-ാം സ്ഥാനത്ത് മകൻ എത്തുന്നതാണ്, 4-ാം സ്ഥാനത്ത് സ്വന്തം കൂട്ടുകാരി. ഇവരെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അവരുടെ ഒരു കുടുംബകാര്യമായി മാറുന്ന ഒരു റെക്കോർഡിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വിൽപ്പനയിൽ 1-ാം സ്ഥാനത്ത് എത്തിയത് തുടരും എന്ന ചിത്രമാണ്. 419K ആണ് ആദ്യ ദിനം ടിക്കറ്റ് വിൽപ്പിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ എമ്പുരാൻ 379K ആയിരുന്നു. ഇപ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ DF ഇറ എന്ന ചിത്രമാണ്. 238K ടിക്കറ്റ് വിൽപ്പനയുമായി 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 4-ാം സ്ഥാനത്ത് ഏതാണെന്നറിയുമോ? ലോക എന്ന ചിത്രമാണ്. 137K ടിക്കറ്റാണ് 24 മണിക്കൂർ കൊണ്ട് ആദ്യ ദിനം ഈ ചിത്രം വിറ്റത്. അപ്പം ആദ്യത്തെ 2 സ്ഥാനവും അച്ഛൻ്റെ പേരിൽ തന്നെയാണ്. 3-ാമത്തെ സ്ഥാനം മകൻ പ്രണവിൻ്റെ പേരിൽ. 4-ാമത്തെ സ്ഥാനം അടുത്ത കൂട്ടുകാരിയായ പ്രിയദർശൻ്റെ മകൾ കല്യാണിയുടെ പേരിൽ. അങ്ങനെയാണ് 2025 ബുക്ക് മൈ ഷോയുടെ റെക്കോർഡ് നോക്കുന്നത്. അപ്പം ഏറ്റവും ഈ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന സംവിധായകൻ നമ്മൾ ഓർക്കുമ്പോൾ പ്രമേയുഗം എന്ന ചിത്രമായിരുന്നു നേരത്തെയൊക്കെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നല്ലേ. ഭൂതകാലവും പ്രമേയുഗവും. ഭൂതകാലം OTT റിലീഫായിരുന്നു, തിയേറ്റർ അല്ലായിരുന്നു തോന്നുന്നു. പ്രമേയുഗം 103K, ഏകദേശം 104Kയോളം ടിക്കറ്റാണ്, 1,00,000 മുകളിൽ ടിക്കറ്റാണ് ആദ്യ ദിനം വിറ്റത്. അപ്പം ബ്രഹ്മയുഗത്തിനേക്കാൾ കവച്ചു വയ്ക്കുന്ന ഇരട്ടിയോളം ടിക്കറ്റാണ് DF ഇറ എന്ന ചിത്രം ആദ്യ ദിനം വിറ്റത്. അപ്പം റെക്കോർഡിൻ്റെ കഥകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കുടുംബകാര്യമായിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പം 3-ാം സ്ഥാനത്ത് സ്റ്റാർഡത്തിൻ്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്ത് ടിക്കറ്റ് വിൽപ്പനയാണല്ലോ നമ്മൾ നോക്കുന്നത്. അതിൽ 3-ാം സ്ഥാനത്ത് 2 സ്ഥാനങ്ങളിൽ അച്ഛനും മകൻ 3-ാം സ്ഥാനത്ത് എത്തുന്ന മനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇന്നലത്തെ പോലെ തന്നെ ടിക്കറ്റ് വിൽപ്പന ഇന്നും ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാർക്കോ മറികടക്കുന്നു, പ്രമേയുഗം മറികടക്കുന്നു. ഇപ്പം തേണ്ട ടിക്കറ്റ് വിൽപ്പനയുടെ ആദ്യ ദിവസത്തെ ടിക്കറ്റ് വിൽപ്പനയിൽ ലോകയും മറികടക്കും. ലോകയുടെ കളക്ഷൻ റെക്കോർഡ് തീർത്തുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു 100 കോടിയെങ്കിലും ഈ ചിത്രത്തിന് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ആദ്യത്തെ 3 ദിനം പിന്നിടുമ്പോഴത്തേന് ഏകദേശം 35 കോടിക്ക് മുകളിൽ ഈ ചിത്രം നേടുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. പിന്നൊരു പ്രത്യേകതയുണ്ട്, 35 കോടി നേടുമ്പോഴത്തേന് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയില്ലെങ്കിലും ഏകദേശം 10 കോടി രൂപയ്ക്ക് താഴെ നിൽക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണം 22 ദിവസം കണ്ടേ ടിക്കറ്റ് ഇതിൻ്റെ ഷൂട്ടിങ് നടന്നുള്ളൂ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യമേ പ്രണവ് പോകുന്നതൊക്കെ കണ്ടു, പുതിയ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് 1 മാസം ആകുന്നതിന് മുമ്പ് അതിൻ്റെ പാക്കപ്പായ എന്ന് പറഞ്ഞുകൊണ്ട് സംവിധായകൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ ഇത് 10-22 ദിവസം ഷൂട്ട് ചെയ്തു. ഞാൻ അന്നേരം വിചാരിച്ചേ ഈ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, വലിയ ചിത്രമാണെന്നൊക്കെ പറയുമ്പോൾ ഇത് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ അവരുടെ ടീമാണ്. പിന്നെ അതിൻ്റെ അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ പ്രണവ് ഒഴിച്ച് ബാക്കി എല്ലാവരെയും നമുക്ക് വലിയ കണ്ടുപരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാർ തന്നെ. പിന്നെ ഇതിൻ്റെ സെറ്റിങ്ങും അതുപോലെ അതിൻ്റെ മേക്കിങ്ങും ഇതൊക്കെ കൊണ്ടാണ് ഇതൊക്കെ അത് 10 കോടി രൂപയ്ക്ക് താഴെ നിൽക്കുന്ന ഒരു ചിത്രമാകും എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യ ദിനം തന്നെ, ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ലാഭം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നാളെയും ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഈ നിർമ്മാതാക്കൾക്ക് വൻ ലാഭം നേടിക്കൊടുക്കുന്ന ഒരു ചിത്രമായിട്ട് ഇത് മാറും എന്നുള്ളതാണ്. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എനിക്ക് തോന്നുന്നു ഒരാഴ്ച പിന്നിടും മുമ്പ് 50 കോടി കടന്ന് ഏകദേശം 60-70 കോടിയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ഇത് 100 കോടി അടിക്കും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 100 കോടി അടിക്കൂ എന്ന് ഞാൻ പറയുന്നില്ല, 100 കോടി അടിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെയുള്ള ബുക്കിംഗ് തന്നെയാണ് ഇപ്പം തുടരുന്നത്. വരും ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.